ഇപ്പോൾ പ്രദേശവാസിയായ ജനാർദ്ദനൻ അദ്ദേഹം സംഭവസ്ഥലത്തുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം കൂടി നമ്മളോട് വിവരങ്ങൾ പങ്കുവയ്ക്കാനായി ചേരുകയാണ്. ശ്രീ ജനാർദ്ദനൻ, എന്താണ് സംഭവിച്ചത്? അതൊന്ന് വിശദീകരിക്കാമോ? എന്താണ് ഉണ്ടായതെന്ന്? ഈ ആർളഫാമിൽ ഭൂമി കിട്ടി താമസിക്കുന്ന അമ്പലക്കണ്ടിയിൽ കോളനിക്കാരായിട്ടുള്ള ഒരു കുടുംബത്തിലെ ഭാര്യയെയും ഭർത്താവിനെയും വൈകുന്നേരം 4 മണിയോടുകൂടി കാട്ടാന ചവിട്ടി കൊന്നു. അതാണ് കിട്ടിയ വിവരം. നമ്മളിപ്പോ വന്ന് ബോഡി കണ്ടു. ആളുകളുണ്ട് ഇവിടെ. പോലീസുകാർ ബോഡി എടുത്തിപ്പോ വണ്ടിയെ കയറ്റിയിട്ടുണ്ട്. ചെറിയ തോതിലൊരു സംഘർഷം രൂപപ്പെട്ടു വരുന്ന നിലയുമുണ്ട്. ശ്രീ ജനാർദ്ദനൻ, ആ പ്രതിഷേധ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. സ്വാഭാവികമായും രണ്ടുപേരുടെ ജീവനാണ് നഷ്ടമായത്. നോക്കൂ, ഇവർ ഈ കശുവണ്ടി ശേഖരിക്കാനായി എത്തിയതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഒരുപാട് ആളുകളൊക്കെ താമസിക്കുന്ന മേഖലയാണോ, അതോ വനത്തിനോട് ചേർന്ന പ്രദേശമാണോ? വനത്തിനോട് ചേർന്ന പ്രദേശം എന്ന് പറയാൻ സാധിക്കില്ല. വനം അടുത്തുണ്ട്, പക്ഷെ ഇത് റോഡിൽ നിന്നാണ്. തെളിഞ്ഞ പ്രദേശമാണ്, വനമല്ല, കാടുള്ള പ്രദേശമല്ല. അതെ അല്ലേ? ഈ കാട്ടാനകളുടെ കൂട്ടത്തോടുള്ള സാന്നിധ്യമൊക്കെ ആ മേഖലയിൽ ഉണ്ടായിരുന്നോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ? കുറെ ദിവസങ്ങളായിട്ട് കാട്ടാനകൾ ഇവിടെ ഉണ്ട്. ഇവിടെയല്ല, പാവൽ പൊതുവേ ഉണ്ട്, ഇവിടെ പ്രത്യേകിച്ചുണ്ട്, ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും മാത്രമായാണോ അവിടേക്ക് പോയത്, അതോ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ സംഘത്തിൽ? രണ്ടാള് മാത്രമാണ് പോയത്. ഒരാൾ ഈ റോഡിലും, ഒരാളുടെ റോഡ് എന്ന് പറഞ്ഞാൽ മൺ റോഡാണ്, തെളിഞ്ഞ സ്ഥലമാണ്. ഭാര്യയുടെ ബോഡി റോഡിനോട് ചേർന്ന് തന്നെ, തൊട്ടടുത്ത് തന്നെ ചവിട്ടി ആന വല്ലാതെ നിലയിൽ ആക്കി. ശരി, നിലവിൽ എന്താണ് അവിടുത്തെ സാഹചര്യം? മൃതദേഹമൊക്കെ അവിടെ നിന്ന് മാറ്റി ആശുപത്രിയിലേക്കൊക്കെ മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ? മാറ്റിയിട്ടുണ്ടല്ലേ? മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലേ? അല്ല, ആശുപത്രിയിലേക്കല്ല, ആംബുലൻസിലേക്ക്. അത് എടുക്കാനുള്ള നീക്കം നടക്കുന്നു, കൊണ്ടുപോകാൻ. ശരി ശരി. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ രൂപപ്പെടുന്നു എന്നുള്ളതാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? പ്രതിഷേധമുണ്ട്. അതെ. വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ടോ? പോലീസ് ഉദ്യോഗസ്ഥന്മാരേ ഉള്ളൂ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി ഇല്ല. ഇപ്പൊ കൂടുതൽ സംഘർഷത്തിലേക്ക് പോകുന്നത് കൊണ്ടാവണം. ശരി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ആറളം ഫാം മേഖലകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അതൊക്കെ ഇതിനോട് അടുത്ത മേഖലകൾ തന്നെയാണോ? ഇത് ഏക്കർ കണക്കിനുള്ള സ്ഥലമാണല്ലോ. ഇതിനോട് അടുത്ത മേഖലകളിലാണോ ഇങ്ങനെ ഈ ആനയുടെ സാന്നിധ്യവും അത്തരം വാർത്തകളും ഒക്കെ ഉണ്ടായിരുന്നത്? അതെ. ഇപ്പൊ ഇത് 12 ആളെ ഇതിനു മുമ്പ്, ഇന്നേക്ക് മുമ്പ് 12 ആളുകളെ ഇവിടെ കാട്ടാന ചവിട്ടി കൊന്നിട്ടുണ്ട്. ഇതിപ്പോ 13, 14 ഇന്നത്തോടുകൂടി. ഈ ആനമതിലിന്റെ ഉൾപ്പെടെ പണി ഇവിടെ പുരോഗമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ അല്ലേ? അതെ. ആനമതിലിന്റെ പണി പുരോഗമിക്കുന്നുണ്ട്, പണി ജാഗ്രതയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇങ്ങനത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ. ശരിയാണ്, മനസ്സിലായി. ശ്രീ ജനാർദ്ദനൻ പ്രദേശവാസിയാണ്, അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹമാണ് ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. വൈകുന്നേരത്തോടു കൂടിയാണ് ഇവർ രണ്ടുപേരും, ഈ ദമ്പതികൾ വെള്ളിയും ഭാര്യ ലീലയും കശുവണ്ടി ശേഖരിക്കാനായി എത്തിയത്. വനത്തിനോട് ചേർന്ന മേഖലയാണെങ്കിൽ പോലും തെളിഞ്ഞ മേഖലയാണ്. അതായത് ജനങ്ങളുടെ സാന്നിധ്യമൊക്കെ ഉള്ള മേഖലയാണ്. അവർ അവിടെ ഈ കശുവണ്ടി ശേഖരിക്കുന്നതിനിടെയാണ് കാട്ടാന ഇവരെ ആക്രമിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ടുപേരുടെ മൃതദേഹം അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം അറിയിക്കുന്നത്. പക്ഷേ ചെറിയ പ്രതിഷേധങ്ങളൊക്കെ അവിടെ രൂപപ്പെടുന്നുണ്ട്. രണ്ടുപേരുടെ ജീവൻ നഷ്ടമായ സംഭവവും സാഹചര്യമായതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ചില വൈകാരിക പ്രതികരണങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. അതവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ജനാർദ്ദനൻ അറിയിക്കുകയും ചെയ്യുന്നത്. ആനമതിലിന്റെ പണി പുരോഗമിക്കുന്ന വിവരവും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഇപ്പോൾ ആറളം ഫാമിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. മുൻപും നിരവധി ആളുകൾക്ക് ഈ മേഖലയിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട് ഈ നിലയിൽ തന്നെ കാട്ടാന ആക്രമണത്തിൽ എന്നുള്ളതാണ് അദ്ദേഹം അറിയിക്കുകയും ചെയ്യുന്നത്.